നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മമതാ ബാനർജിയെ വലിച്ചു താഴെയിട്ട ഗവർണർ RN രവി. ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ പുറത്തു വന്നതോടുകൂടി ഓരോ സംസ്ഥാനത്തേക്കും ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. ആരാണ് അവിടുത്തെ അടുത്ത മുഖ്യമന്ത്രി പദം അലങ്കരിക്കാനായിട്ട് പോകുന്നത്? കേരളത്തിലടക്കം ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ, ഒരു തീരുമാനമായിട്ടില്ല. വെസ്റ്റ് ബംഗാളിൽ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെയും വലിയ രീതിയിലുള്ള അക്രമമാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി താൻ എന്ത് വന്നാലും ഈ കസേരയിൽ നിന്ന് വിട്ടുപോവില്ല എന്നുള്ള തീരുമാനമെടുത്തത്. പക്ഷേ ഇപ്പോൾ ഗവർണർ തന്നെയാണ് തൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇപ്പോൾ മമതാ ബാനർജിയെ വലിച്ചു താഴെയിട്ടിരിക്കുന്നത്. ഗവർണർ ബംഗാൾ മന്ത്രിസഭയും പിരിച്ചുവിട്ടു. ഇതോടെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലാവധി ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 174(2)B പ്രകാരമാണ് RN രവി ഈ ഒരു നടപടിയെടുത്തിരിക്കുന്നത്. മമതാ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. എന്നാൽ അധികാര കസേരയിൽ നിന്നിറങ്ങാൻ മമത തയ്യാറായില്ല. ഇതോടെയാണ് പിരിച്ചുവിടൽ നടന്നത്. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ ഗവർണർക്കായിരിക്കും ഇടക്കാല ചുമതല. വോട്ട് കൊള്ള, EVM കൃത്രിമം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗൂഢാലോചന തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മമതാ ബാനർജി നിയമസഭ പിരിച്ചുവിടാതിരുന്നത്. BJPയുടെ വിജയം തെറ്റായ മാർഗത്തിലൂടെയാണെന്നും അതുകൊണ്ട് തന്നെ താൻ ഒരിക്കലും ഈ കസേര വിട്ടൊഴിയാൻ പോകുന്നില്ല എന്നായിരുന്നു മമതാ ബാനർജി ആരോപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വമേധയാ രാജിവെക്കാൻ മമതാ ബാനർജി വിസമ്മതിച്ചു. ഗവർണർ RN രവി നിയമസഭ പക്ഷേ പിരിച്ചുവിട്ട് ഉത്തരവിറക്കുകയും ചെയ്തു. നാളെ രാവിലെ 10-ന് BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. നിയമസഭയുടെ കാലാവധി ഇന്നലെ പൂർത്തിയായ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ 174 വകുപ്പിലെ 2B പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചതെന്നും രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഭരണകക്ഷി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രി രാജി സമർപ്പിക്കുകയും ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നതുമാണ് നടപടിക്രമം. പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കുകയും ചെയ്യാറുണ്ട്. സഭ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ് ബംഗാൾ ഗവർണർ RN രവി ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൃത്തികെട്ട കളികളാണ് തന്റെ പരാജയത്തിന് പിന്നിലെന്നും മമത ആരോപിക്കുകയുണ്ടായി. രാജി നൽകാൻ താൻ ലോക്ഭവനിൽ പോവില്ലെന്നും അവർ പ്രഖ്യാപിച്ചു. ഇതോടെ പ്രതിസന്ധി രൂപപ്പെട്ടു. മമതയുടേത് ഭരണഘടനയ്ക്ക് നിരക്കാത്ത നിലപാടാണെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി വിമർശിച്ചിരുന്നു. പുതിയ സർക്കാർ മെയ് 9-ന് തന്നെ അധികാരമേൽക്കും. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമാണ് മെയ് 9. സുവേന്ദു തന്നെയായിരിക്കും മുഖ്യമന്ത്രി പദവിയിലെത്തുക എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ആക്രമണ സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന്റെ ചുമതല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് മേൽനോട്ടം വഹിക്കും. തൃണമൂൽ വെറും 80 സീറ്റുകളിലേക്ക് ചുരുങ്ങിയ തെരഞ്ഞെടുപ്പാണ് നടന്നത്. 294 മണ്ഡലങ്ങളിൽ 293 ഫലങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് BJPയുടെ വിജയം. 207 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. BJP നേടിയ വൻ വിജയം പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് TMCയുടെ ആധിപത്യം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന CPM ഇത്തവണ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. മുർഷിദാബാദ് ജില്ലയിലെ ഡോംകലിൽ നിന്നുള്ള വിജയം. റാണ എന്ന വിളിപ്പേരുള്ള മുസ്താഫിസുർ റഹ്മാൻ വിജയിച്ച് കയറിയിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ തൃണമൂലിനെതിരെ CPM അണികൾ രംഗത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. തൃണമൂൽ പിടിച്ചെടുത്ത പാർട്ടി ഓഫീസുകൾ തിരിച്ചുപിടിക്കുകയാണ് CPM ഇപ്പോൾ. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP സർക്കാർ നാളെ രാവിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിലവിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയായിരിക്കും മുഖ്യമന്ത്രി. ഇന്ന് വൈകിട്ട് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, NDA മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുതിയ മുഖ്യമന്ത്രി പഴയ റൈറ്റേഴ്സ് ബിൽഡിംഗിലെ ഓഫീസിലാണ് ചുമതലയേൽക്കുക. മമതാ ബാനർജി ഈ ഓഫീസ് ഒഴിവാക്കിയിരുന്നു.
ബംഗാളിലെ ആദ്യ BJP മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾക്കും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. RSS പശ്ചാത്തലമുള്ളവർക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ സജീവമായവർക്കും മുൻഗണന നൽകണമെന്നാണ് RSS നേതൃത്വം BJPക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേവലം രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ആശയപരമായ അടിത്തറയുള്ള ഒരു ഭരണ സംവിധാനമാണ് ബംഗാളിൽ BJP ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി RG-കർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാവ് രത്ന ദേവനാഥ്, ഭാരത സേവാശ്രമ സംഘത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഉത്പൽ മഹാരാജ് എന്നിവരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും. ബംഗാൾ മന്ത്രിസഭയിൽ ഒരു വനിതാ ഉപമുഖ്യമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മൻതല MLA തപസ് റേയെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ എന്നിവർക്കും പ്രധാന വകുപ്പുകൾ നൽകും. നിസിത് പ്രമാണിക്, അർജുൻ സിംഗ്, രൂപ ഗാംഗുലി തുടങ്ങിയ മുതിർന്ന നേതാക്കളും മന്ത്രിസഭയുടെ മുൻനിരയിലുണ്ടാകും. പ്രാദേശിക പ്രാധാന്യവും ജാതി സമവാക്യങ്ങളും പരിഗണിച്ചാവും അമിത്ഷാ അന്തിമ പട്ടിക തയ്യാറാക്കുക. ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനും തൃണമൂലിന്റെ ആധിപത്യത്തിനും ശേഷം ഒരു ദേശീയ പാർട്ടി ബംഗാളിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് ചരിത്രപരമാണ്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്നാണ് വിവരം. തൃണമൂൽ ഭരണകാലത്തെ അഴിമതികളും അക്രമങ്ങളും അവസാനിപ്പിച്ച് സമാധാനവും വികസനവും കൊണ്ടുവരുമെന്നാണ് BJPയുടെ വാഗ്ദാനം. തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് കോടതിയിലേക്ക് നീങ്ങുമ്പോൾ പാർട്ടിക്കുള്ളിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നത് മമതയ്ക്ക് വലിയ വെല്ലുവിളിയാകും. BJPയുടെ ഉജ്ജ്വല വിജയം ബംഗാളിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ തന്നെ ഘടന മാറ്റിമറിച്ചിരിക്കുകയാണ്. BJP സർക്കാർ രൂപീകരിക്കുന്നതോടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ഭരണപക്ഷത്തേക്ക് ചേക്കേറാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിലേറ്റ കനത്ത പരാജയത്തെ തുടർന്നും കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ വിശ്വസ്തരായ ഉന്നത ഉദ്യോഗസ്ഥർ രാജിവെച്ചിരുന്നു. മുൻ ചീഫ് സെക്രട്ടറിമാരായ ആലാപൻ ബന്ദോപാധ്യായ, HK ദ്വിവേദി എന്നിവരുൾപ്പെടെയുള്ളവർ സ്ഥാനമൊഴിഞ്ഞതോടെ BJP സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനത്ത് ഭരണതലത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത്. സംസ്ഥാനത്തെ മുൻ ചീഫ് സെക്രട്ടറിമാരായ ആലാപൻ ബന്ദോപാധ്യായ, HK ദ്വിവേദി മമതയെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ്. അതൊക്കെ മുഖ്യ ഉപദേശക സ്ഥാനങ്ങളാണ് അവർ വഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് വളരെ മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഇവരൊക്കെ തന്നെ രാജിവെക്കുന്നത്. ഇവർക്ക് പുറമെ മമതയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മനോജ് പന്ത്, സാമ്പത്തിക വിദഗ്ധനായ അഭിരൂപ് സർക്കാർ എന്നിവരും രാജിവെച്ചു. അഡ്വക്കേറ്റ് ജനറൽ കിഷോർ ദത്ത നേരത്തെ തന്നെ ഗവർണർക്ക് രാജി സമർപ്പിച്ചിരുന്നു. അതേസമയം ഫലം പ്രഖ്യാപിച്ചതിനു ശേഷം സംസ്ഥാനം ആകെ പ്രക്ഷുബ്ധമാക്കുകയാണ് TMC. ബുധനാഴ്ച വൈകുന്നേരം പശ്ചിമ ബംഗാളിലെ BJP മേധാവി സുവേന്ദു അധികാരിയുടെ സഹായിയായ ചന്ദ്രനാഥ് രഥ് സംസ്ഥാന തലസ്ഥാനമായ കൊൽക്കത്തയ്ക്ക് തൊട്ടപ്പുറത്ത് തന്റെ കാറിൽ വെച്ച് മോട്ടോർ സൈക്കിളിലെത്തിയ തോക്കുധാരികളുടെ വെടിയേറ്റ് മരിച്ചിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചതെന്ന് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള സുവേന്ദു അധികാരി ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സംഭവത്തിൽ BJP ഒന്നടങ്കം ഞെട്ടിപ്പോയെന്നും സത്യപ്രതിജ്ഞ കഴിയുന്നതുവരെ BJP സംയമനം പാലിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൊൽക്കത്തയിൽ തങ്ങളുടെ പാർട്ടി ഓഫീസിനെ തീയിട്ടതായും ഒരു ബുൾഡോസർ വെച്ച് അത് ഇടിച്ചു നിരത്തിയതായും TMC പ്രവർത്തകർ ആരോപിച്ചു. BJP ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമങ്ങൾ അസാധാരണമല്ല, പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്ന കാലവുമാണ് ഇതിന് കാരണം. എന്നിരുന്നാലും നിയമവിരുദ്ധ വോട്ടർമാർ നീക്കം ചെയ്യുന്നതിനായി സർക്കാർ വോട്ടർ പട്ടികയിൽ പ്രത്യേക പരിഷ്കരണം നടത്തിയതിനെ തുടർന്ന് അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് വിവാദപരമാണെന്നുള്ള വിമർശനം നിലനിൽക്കുന്നുണ്ട്. ആ പ്രക്രിയയുടെ ഫലമായി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക്, അവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളോ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വോട്ടവകാശം നഷ്ടപ്പെട്ടിരുന്നു. ഏതായാലും കനത്ത സുരക്ഷയാണ് ഇപ്പോൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ വലിയൊരു അളവിൽ പോലീസും അർദ്ധസൈനിക വിഭാഗവും അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും 60 ദിവസത്തേക്ക് ആ വിന്യാസം അവിടെ നിലനിൽക്കുന്ന അമിത്ഷാ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. പ്രത്യേകിച്ച് അവിടെ നാളെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും തുടങ്ങി പല NDAയുടെ പല പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവിടെ എത്തുന്നുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്.